കുറച്ച് നാളുകൾക്ക് ശേഷം വേണ്ട വീണ്ടും കക്ക മേടിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം കറുത്താക്കയാണ് കിട്ടിയേ. ഇതിനു മുന്നേ നമ്മൾ കക്കയുടെ വീഡിയോ ഇട്ടപ്പം പലരും വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് കക്ക അല്ല എളമ്പക്കയാണ്, എരുന്താണ്, അങ്ങനെ പല പല പേര്. അന്നാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇത്രയും പേരുകളൊക്കെ കേൾക്കുന്നത് തന്നെ. പക്ഷേങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കക്ക എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഞങ്ങളുടെ നാട്ടിൽ വേറെ എവിടെയും ഇതിന് വേറെ പേര് പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷെ പല നാടുകളിലും പല പേരിലായിരിക്കുമല്ലോ അറിയപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ നാട്ടിൽ ഇതാണ് കക്ക. ചിലർ പറഞ്ഞായിരുന്നു ഇതല്ല കക്ക, അത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെല്ലാം ഈ കറുത്ത ആണെങ്കിലും പിന്നെ മറ്റേ പൂവൻ കക്ക ആണെങ്കിലും ഇതിനെല്ലാം നമ്മൾ കക്കയെന്ന് തന്നെ പറയുന്നത്. തോട് കറുത്തിരിക്കുന്ന ആവുമ്പം കറുത്ത കക്ക. ഇനി ഇതിന് മുന്നേ ഇട്ട വീഡിയോയിലാണെങ്കിൽ പൂവൻ കക്ക, അതല്ല നീളത്തിലുള്ള കക്കയാണെങ്കിൽ പീലിക്കക്ക. എല്ലാത്തിനും കക്ക എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് കിട്ടിയ കക്കായെ നമുക്ക് ഉണ്ണിക്കാന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ ഉണ്ണിക്ക കക്കയായിരുന്നേ, ഇച്ചിരിയേ ഉള്ളായിരുന്നു. എന്നും ഇതിലെ കക്ക കൊണ്ടുപോകുമ്പോൾ മേടിക്കണമെന്ന് വിചാരിക്കുമെങ്കിലും മെനക്കേട് ഓർത്ത് മേടിക്കാത്തതാണ്. പിന്നെ ചെറിയ കക്ക ആയിരിക്കും, അതുകൊണ്ട് ചെറുത് എന്തിനാ മേടിക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്രാവശ്യം കൊതി മൂത്തങ്ങ് മേടിച്ച് വെറും പൊടിക്കക്ക. ഈ ഉണ്ണിക്കക്ക പെറുക്കിയെടുത്ത് വൃത്തിയാക്കാനാണ് ഇച്ചിരി പാട്. തീരെ ചെറുതാവുമ്പോൾ ഭയങ്കര മെനക്കേടാന്നേ. കക്ക തോരനാ വെക്കാൻ പോകുന്നത് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കക്ക റോസ്റ്റ് വെക്കുന്നതും കറി വെക്കുന്നേക്കാളും കൂടുതൽ ഇഷ്ടം തോരൻ വെക്കാനാണ്. ചൂട് ചോറും കക്കാത്തോരനും അത് മാത്രം മതി, പെരട്ടി അങ്ങോട്ട് കഴിക്കണം. സൂപ്പർ ടേസ്റ്റാ. ഇച്ചിരി തീ അങ്ങോട്ടിട്ട് 2 തിള വന്നപ്പോഴത്തേക്ക് കക്ക വെന്ത് കിട്ടി. ഇനി ഇതെല്ലാം കുത്തിയിരുന്ന് പെറുക്കി എടുക്കണ്ടേ, അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. പിന്നെ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ ഇതൊന്നും ഒരു മെനക്കേടായിട്ട് തോന്നത്തില്ല, അത് വേറൊരു കാര്യം. കക്കാത്തോടിയിൽ നിന്ന് കക്കാറച്ചി എല്ലാം പെറുക്കിയപ്പോൾ എന്നാണ്ട് ഇത്രയായിരുന്നു കേട്ടോ. അതേണ്ട നോക്കിയാൽ ഒരു കക്കാറച്ചി നോക്കിയാൽ വെറും ഉണ്ണിക്ക കക്കാറച്ചി. പിന്നെ മറന്നുപോയി 100 രൂപയുടെ കക്കയായിരുന്നു മേടിച്ചേട്ടോ. എല്ലാ പ്രാവശ്യം 100 രൂപയുടെ കക്കയാണ് മേടിക്കുന്നത്. ഇനി നമ്മുടെ ഉണ്ണിക്ക തോരൻ വെക്കാം. ചീനിച്ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ടിട്ട് ഒരു കുഞ്ഞ് സവാള അരിഞ്ഞതും ഇട്ട് ഇച്ചിരി ഉപ്പും ചേർത്തിട്ട് അടച്ചു വെക്കാം. പിന്നെ നമ്മൾ മുന്നേ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അതിലേക്ക് 3-4 കാന്താരി വീട്ടിൽ നിന്നതുകൂടെ പിച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, കുരുമുളക് പൊടി, ഇതെല്ലാം ചെറുതാണ്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിനകത്തൊരു കുഞ്ഞ് തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചിലർ ചേർക്കാറില്ല. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി മണ്ണൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി അതിനകത്തോട്ട് ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കാന്താരി 3-4 എടുത്തതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് സവാളയുടെ കൂടെ ചേർത്താൽ മതി. പിന്നെ ഇതെല്ലാം ഒന്ന് ചേർത്ത് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉണ്ണിക്ക കക്കാത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയും നേരം കൊതിയും സഹിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ഒന്ന് ഊതിയെങ്കിലും ചൂടുണ്ടായിരുന്നു കേട്ടോ. വായി വെച്ചപ്പോഴത്തേക്ക് വായത് പൊള്ളിപ്പോയി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചവച്ചങ്ങ് നിന്ന് ആ കാന്താരിയുടെ എരിവും എല്ലാം കൂടെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ.